ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ 2021 അവസാനിക്കാൻ പോവുകയാണ്, 2022 തുടങ്ങാൻ പോവുകയാണ്. അപ്പം കൊറോണയും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ല കാലത്തിന് വേണ്ടി നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ നേരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാവരും ഈ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡിൻ്റെ റെസിപ്പിയാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സാലഡാണ്. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സാലഡാണ്. വളരെ ഹെൽത്തി, നല്ല റീഫ്രഷിംഗ് ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പാർട്ടി സാലഡൊക്കെ ഇട്ട് ഇപ്പോൾ ഈ ന്യൂ ഇയറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. സാലഡ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ക്യാപ്സിക്കം, ആപ്പിൾ, പൈനാപ്പിൾ, തക്കാളി. ഇനി നമുക്ക് വേണ്ടത് സെലറിയാണ്. സെലറിയുടെ സ്റ്റെമ്മാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. പൈനാപ്പിളിൻ്റെ തൊലിയും അതിൻ്റെ മുകളിലുള്ള മുള്ളുപോലുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിളും തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളിയും ഞാൻ ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കവും ഇതുപോലുള്ള സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാലഡ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആപ്പിൾ തൊലിയോടുകൂടി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കവും കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ നമ്മൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നമ്മളൊരു പാർട്ടി സാലഡൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഗാർണിഷൊക്കെ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊരു സാലഡ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാലഡിനായിട്ട് എടുത്തിരിക്കുന്നത് 2 കപ്പ് പൈനാപ്പിളാണ്. ആപ്പിൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതും 2 കപ്പാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിലേക്ക് 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സെലറിയുടെ തണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെലറിയോ അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയനോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് മല്ലിയില വേണമെങ്കിലും വെച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സാലഡിനൊരു ഡ്രസ്സിങ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു കുപ്പിയിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. വിനാഗിരി അളവ് നിങ്ങളുടെ പുളിയുടെ പാത്രത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പരിപ്പായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ മുഴുവൻ കടുക് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെ പാത്രത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കുലുക്കി യോജിപ്പിക്കണം. അല്ലെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ സാലഡിനുള്ള ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന സാലഡ് ബൗൾ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയായ ഡ്രസ്സിങ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡ്രസ്സിങ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി സാലഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പും പുളിയും പഞ്ചസാരയൊക്കെ കുറവാണെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ സാലഡ് നമുക്ക് തണുപ്പിച്ചോ അല്ലാതെ ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി റെഡിയായ സാലഡ് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി സാലഡിൻ്റെ മുകളിലേക്ക് നമ്മൾ വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും പൈനാപ്പിളും തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ വളരെ റീഫ്രഷിങ്ങും നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായി നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്.
എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ അമ്മയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.